ഏകദേശം 6 വർഷമായി ഞങ്ങളവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പം തൊട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. കാരണം ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇങ്ങനെ ഗ്രാജുവേഷൻ ഭയങ്കര ഞങ്ങളെ ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് വളർന്നതാണ്. അപ്പോൾ പാരൻസും എല്ലാവരും ഉണ്ട്, എല്ലാവരും മുമ്പിൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും എല്ലാ രീതിയിലും. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ആക്ച്വലി. It was really difficult, but at the same time, I don't regret this at all. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോസ്റ്റൽ ലൈഫും ഫ്രണ്ട്സും ഈ പഠിത്തവും ഒത്തിരി ഞാനത് എനിക്ക് ഡിഫിക്കൽട്ട്, ബട്ട് യെറ്റ് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്ന ഒരു ഡേ ആണ്. എല്ലാവരും ഇതിനു വേണ്ടി, പ്രത്യേകിച്ച് ടീച്ചേഴ്സും പാരൻസും ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത എല്ലാവരും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ലാസ്റ്റ് ഇവിടം വരെ എത്തിയത്. It is a day full of joy, a day of pride and accomplishment, a day of celebration. The greatest thing is like enjoy what you're doing in the moment. Other like നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം പോകുമ്പോൾ it's something we take for granted. പക്ഷേ ഇറ്റ്സ് സംതിങ് വി കെയിം ടു റിയലൈസ് ടുവേഴ്സ് ദി എൻഡ്. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ട്രിപ്പിനൊക്കെ പോകുമ്പം ഇങ്ങനെ ഒരാൾ മടി കാണിച്ചാൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, എടാ ആകെ 6 മാസം ബാക്കിയുള്ള ഇനി കിട്ടാറില്ല, അത് പിന്നെ 5 മാസമായി 1 മാസമായി, അവസാനം 10 ദിവസം ആകുമ്പോഴും നമ്മളിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നാലും ഇറ്റ് സ്ട്രൈക്സ് യു ഇൻ ദ ലാസ്റ്റ് മൊമെൻറ്റ് ലൈക്ക് ഓക്കെ ദർ ഈസ് ഗോയിങ് ടു ബി ദിസ് വൺ പോയിന്റ് വെർ യു മൈറ്റ് നോട്ട് സീ ഈച്ച് അതർ അഗൈൻ. വളരെ സന്തോഷം തോന്നുന്നു. നന്നായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, മെഡിക്കലിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. കോളേജും നല്ല കോളേജാണ്. സൂപ്പറായിരുന്നു. ഭയങ്കര മെമ്മറീസ് ആണ്. നമ്മളെ ലൈഫ് ചേഞ്ചിങ് മെമ്മറി. അതാ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, എല്ലാ ലൈഫ് ചേഞ്ചിങ്. നമ്മൾ കയറുന്ന ഒരാളായിട്ട് ഇറങ്ങുന്ന വേറൊരാളായിട്ടാ. അത്രയും ലെവലാ കോളേജാ. പാരൻസ് ആണ്, അവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കാന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. പെട്ടെന്ന് പോയതുപോലെ കണ്ണടച്ചോർക്കുന്നതിന് മുമ്പ് പോയി. ഇന്നലെ ഇവിടെ റിസപ്ഷൻ ടേബിളില് കലാവരണം നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാ ഇപ്പൊ ഇവിടെ ഇപ്പൊ സാരി എടുത്താ ഇവിടെ നിൽക്കുന്നു.
ഞങ്ങളിപ്പോ ഫാമിലിയാ. അതെ, റൂംമേറ്റ്സ് ആണ്. ശരിയാ, റൂംമേറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ തന്നെ കോൺവക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഇതൊക്കെയാണ് നടക്കുക, ഇങ്ങനെ ഇത് കിട്ടും, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്നൊക്കെ അറിയാം. ചിലർക്ക് അതിൻ്റെ സീരിയസ്നെസ് എൻ്റെ വീട്ടിലൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടുത്തെ ആദ്യ ഡോക്ടർ. അപ്പം അവർക്ക് കോൺവക്കേഷൻ എന്താണെന്നുള്ളതെല്ലാം ഞാനാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ആദ്യം എൻ്റെ അമ്മയൊന്നും വരുന്നില്ല, വെറുതെ കണ്ടടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ചിലർക്ക് അങ്ങനെ എന്താണ് ഇതെന്ന് പരിപാടി എന്താണെന്ന് അറിയാത്തവരുണ്ട്, ചിലർക്ക് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും എന്തായാലും ഭയങ്കര അഭിമാനമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെ 5 വർഷം നമ്മൾ മാത്രമല്ലല്ലോ കഷ്ടപ്പെട്ടത്, ഒരുപാട് കഷ്ടപ്പെട്ടു. ലോൺ എടുത്ത് പഠിപ്പിച്ചവരുണ്ട്, അല്ലാണ്ട് പഠിച്ചവരും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചത്. നമ്മളെ 5 വർഷം നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ സ്ട്രെസ് ലെവൽ എല്ലാം നമ്മുടെ ഫാമിലിയും കൂടെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ എന്തുണ്ടെങ്കിലും വിളിച്ച് അമ്മയോട് പറയാം, അച്ഛനോട് പറയാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് എന്തായാലും ഇവിടെ വരെ വരാൻ പറ്റില്ല. വൺസ് നമുക്കിപ്പോൾ ഇന്റേൺഷിപ്പിൽ കയറി കഴിഞ്ഞിട്ട് രാത്രി നമുക്കൊക്കെ കർഫ്യൂ ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് നൈറ്റ് ട്രിപ്സിനൊക്കെ കുറേ പോയതൊക്കെ നമ്മുടെ ഒരു ബഞ്ച് ആൾക്കാരുണ്ടായിരുന്നു, ഒരു കാക്കനാട് ബോയ്സ് പോലൊരു രീതി. ഇടയ്ക്ക് ഇങ്ങനെ രാത്രി ഇങ്ങനെ ട്രിപ്പിങ്ങിനൊക്കെ പോകാറുണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ചിലപ്പോൾ 5 മണി 6 മണിക്കൊക്കെയാണ് തിരിച്ചു വരുന്നത്. സോ ആ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമോയെന്ന് അറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി സംതിങ് ടു റിമെമ്പർ. ഒത്തിരി നല്ല ബോണ്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്, ഒത്തിരി മിസ് ചെയ്യും. മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി മരം മുറിഞ്ഞു വീഴുന്നതിന് ഭയപ്പെടുന്നില്ല. കാരണം അത് അതിൻ്റെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് മരക്കൊമ്പിലല്ല, പക്ഷേ അതിൻ്റെ ചിറകുകളിലാണ്. ശുഭദിനം. ഫ്രണ്ട്സിൻ്റെ സ്റ്റോറീസ്, ഫ്രണ്ട്സിൻ്റെ ആയിട്ടുള്ള കത്തിയടി, ബാക്കിയുള്ളവരെ ബിച്ചിങ് അബൌട്ട് അതേഴ്സ്, പിന്നെ ഓരോരുത്തരുടെയും പൊട്ടത്തരങ്ങൾ, വൈവ സ്റ്റോറീസ്, ഇവിടെ ഓരോരുത്തരെ കാട്ടിക്കൂട്ടിയതൊക്കെ ജസ്റ്റ് ഹോസ്റ്റൽ ലൈഫ്. ഫ്രണ്ട്സ് ബേസിക്കലി ഹോസ്റ്റലാണ്. ചിലപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കോണ്ടാക്ട് വിട്ടു പോകുന്നവരുണ്ടാവും. എല്ലാവർക്കും ഒന്നും കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരുടെയും കോണ്ടാക്ട് വിട്ട് പോകരുതേന്ന് ആഗ്രഹം. എല്ലാവർക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എല്ലാവരുടെയും കല്യാണമൊക്കെ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ വെച്ചിട്ട് അതൊക്കെ എല്ലാവരുടെയും അപ്ഡേറ്റ്സ് അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വിളിക്കായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും വിളിക്കണേ, സംസാരിക്കണേ എന്നൊക്കെ മാത്രമേ എനിക്ക് പറയണ്ട. ടൈമിന് എപ്പോഴേലും ഇടയ്ക്കൂടെ റിപ്ലൈ ചെയ്യാൻ നോക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. വിളിച്ചില്ലെങ്കിലും റിപ്ലൈ ചെയ്താൽ മതി.